നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ മോഹൻലാലിന്റെ ഒരു ലൂസിഫറിലെ ആ ഒരു കഥാപാത്രം എബ്രഹാം ഖുറേഷി കണ്ടു കാണുമല്ലേ? അതെ അതെ അതെ. അത് നായകനാണോ വില്ലനാണോ എന്ന് തീരുമാനിച്ചില്ല. ആദ്യത്തെ സിനിമയിലും രണ്ടാമത്തെ സിനിമയിലും അങ്ങനെയാണ്. അതെ, എമ്പുരാനിലും. അതെ, ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നൊക്കെ ലൂസിഫർ ഒടുവിൽ ലൂസിഫറായി തന്നെ വന്ന് കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കി തിരിച്ചു പോകുന്നു. തിരിച്ച് എവിടേക്കാണ് പോയതെന്ന് അടുത്ത പാട്ട് ഇറങ്ങുമ്പോഴേ നമുക്കറിയാം. അല്ലേ, അദ്ദേഹം എങ്ങോട്ട് പോയി? അദ്ദേഹം അങ്ങ് പോവുകയാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തെ കടക്കണിയിലാക്കി കേരള സർക്കാരിനെ വിറപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാലിന്റെ സൂപ്പർ ധനമന്ത്രിയായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറിയായി, ഖജനാവിൽ നിന്ന് 1 രൂപയെങ്കിലും പുറത്തേക്ക് വീഴണമെങ്കിൽ അത് ഇദ്ദേഹം വിചാരിക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച് കടിഞ്ഞാൺ എത്തിച്ച് കിഫ്ബി എന്നൊരു സമാന്തര സ്ഥാപനമുണ്ടാക്കി കേരളത്തിനെ ദുർഗതിയിലാക്കിയ KM എബ്രഹാം ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് മുംബൈയിലാണ്. ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ, കിഫ്ബിയിലെ അനുയായികൾ, ഇവരെല്ലാവരും സെക്രട്ടറിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ ഒരാളെങ്കിലും കയറിയിരിക്കണം. കാരണം സാമ്പത്തിക എല്ലാ വകുപ്പുകളിലും കിഫ്ബിയുടെ കൈ ചെന്നെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും കിഫ്ബി ഉണ്ടായിരുന്നു. ഒരു KGB ഏജന്റിനെ പോലെ, അമേരിക്കയുടെ FBI ഏജന്റിനെ പോലെ, CIA പോലെ കിഫ്ബി കേരളത്തിൽ. ഈ കിഫ്ബിയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യം പറയാം, ഓഫ് ബജറ്റ് കടമെടുപ്പാണ്, ബജറ്റിന് പുറത്ത് കടമെടുക്കാൻ. അതാണ് ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കേരളത്തെ നശിപ്പിച്ചു, കേരളത്തെ വലിയ കടക്കണിയിലാക്കി. അല്ലെങ്കിലും കേരളം കടക്കണിയിലാകും, പക്ഷെ അതിനൊരു കണക്കും വഴക്കും ഉണ്ടായിരുന്നു. ആരോടും ചോദിക്കണ്ട, ഇതിപ്പോൾ ആരോടും ചോദിക്കണ്ട. മറ്റത് ബജറ്റിനുള്ളിൽ നിന്ന് കടമെടുക്കുമ്പോൾ അതിൻ്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി അത് നമ്മുടെ GDP ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ GDP ആശ്രയിച്ച് നിൽക്കുന്ന കടമെടുപ്പ് പരിധിയിൽ കൂടുതൽ നമ്മൾ കടക്കാൻ നമുക്ക് സാധിക്കില്ല. കേന്ദ്ര സർക്കാർ മൂക്കുകയറിടും, റിസർവ് ബാങ്ക് വരും. അത് പ്രശ്നമാണത്. ഒരു സത്യം പറഞ്ഞാൽ അതൊരു ഭരണഘടനാ പ്രതിസന്ധി. വേണമെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടാം കേന്ദ്രത്തിന്, അല്ലേ? ഈ ബാലഗോപാലിന്റെ കയ്യിലുള്ളത് അദ്ദേഹം എടുക്കുന്ന കടമാണ്. പക്ഷെ ഈ സമാന്തരമായി ബജറ്റിന് പുറത്തുള്ള കടമാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ പരിധി കുറയുന്നത്. എന്റെ ചോദ്യം, അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത് രണ്ടിനും മറുപടി പറയേണ്ടത് ആരാണ്? സർക്കാരല്ലേ? ഇത് രണ്ടിനും മറുപടി പറയേണ്ടത് ധനമന്ത്രിയല്ലേ? ധനമന്ത്രി തന്നെയാണ്. ധനമന്ത്രി എടുക്കാത്ത കടത്തിനും ധനമന്ത്രി മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓഫ് ബജറ്റിന് പുറത്ത് കടമെടുക്കുന്നതിൽ നമ്മുടെ GDPയോ ഇതൊന്നും ബാധകമല്ലാതെ തോന്നിവാസം നടക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. അതിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയി ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്തു വക്കീലന്മാർക്ക്. എന്തിനാ കേസ് നടത്തുന്നത്? കേന്ദ്രം കേന്ദ്രം കേരളത്തിന് തരാനുള്ള വിഹിതം തന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ, കേസിന് പോയാൽ നമുക്ക് മനസ്സിലാക്കാം അതിനകത്തൊരു അനീതിയുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അതിന് മറുപടി പറയണം, അവരെ കൊണ്ട് മറുപടി പറയിക്കണം. പക്ഷേ കേസിന് പോയത് എന്തിനാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ കടം വാങ്ങാൻ ഞങ്ങൾക്ക് അനുമതി നൽകുന്നില്ല, കടമെടുപ്പിന് ഒരു പരിധി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. ഇത്രയും നാണം കെട്ടൊരു സർക്കാർ വേറെ ഉണ്ടോ? കടമെടുക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോയിരിക്കുന്നു. എന്നിട്ട് എന്തായി? സുപ്രീം കോടതി ഈ കുട്ടിയാർ കൊല്ലത്ത് പോയതുപോലെ തിരിച്ചു വന്നു. സുപ്രീം കോടതി വരെ പോയിട്ട് തിരിച്ചു വന്നു. കേസ് ഹർജി എടുത്ത് മടക്കി തിരിച്ച് 4 മടക്കി കൈ കൊടുത്തു, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ഈ KM എബ്രഹാമിന് ഒരു വലിയ പങ്കുണ്ട്. അല്ല, അത് പുള്ളി മെയ് 4-ാം തീയതി തന്നെ സ്ഥലം വിടും എന്നുള്ള കാര്യം നേരത്തെ എനിക്കറിയാം. ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ നല്ല കാര്യം. അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും ഭരണപരിചയവും എല്ലാം വിനിയോഗിക്കണം. രാജ്യത്തെ കേൾക്കുന്ന കരകമ്പി മുംബൈയിൽ ഇരുന്ന് കേരളത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനി നടക്കുമെന്തോ സംശയമാണ്. അതിനാണ് അദ്ദേഹത്തിന്റെ ടീം. അല്ല, അത് കറങ്ങട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കിഫ്ബിയെ സംബന്ധിച്ച് ഇപ്പോൾ ധവളപത്രം ഇറക്കും. ഇതൊരു അന്വേഷണം വരാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഇദ്ദേഹത്തിന്റെ പേരിൽ, KM എബ്രഹാമിന്റെ പേരിൽ നേരത്തെ തന്നെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നൊരു ആക്ഷേപമുണ്ട്. അത് സംബന്ധിച്ചൊരു കേസുമുണ്ട്. ജേക്കബ് തോമസിന്റെ പദവി തെറിച്ചത് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന അദ്ദേഹത്തിന് അവിടുന്ന് തെറിപ്പിച്ചത് ആ അന്വേഷണമാണ്. അപ്പോൾ ഇവിടെ ആർക്കാണ് വില? അബ്രഹാമിനാണോ വില,
ഈ പറഞ്ഞ ഇദ്ദേഹത്തിനാണോ വില, ജേക്കബ് തോമസിനാണോ, സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണോ വില എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ കെ എം എബ്രഹാം ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു ഇടതുപക്ഷ സർക്കാരിന്, അതായത് ഊണിലും ഉറക്കത്തിലും മാർക്സിസം ഇങ്ങനെ ഉരുട്ടി വിഴുങ്ങുന്ന, അതിങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർക്ക് വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധൻ വേണം. അതെ, പാക്കേജ് ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതികൾ, ആ പദ്ധതികളൊക്കെ സമാന്തരമായി, അതായത് സർക്കാർ പ്രതിസന്ധിയിലായാലും കേന്ദ്രം കാശ് തന്നില്ലെങ്കിലും, കടം തന്നില്ലെങ്കിലും ഇവിടെ സമാന്തരമായിട്ട് നമുക്ക് ഏത് ലോകബാങ്കിൽ നിന്നോ എവിടെ നിന്ന് വേണമോ നമുക്ക് കിഫ്ബി വഴി കടമെടുക്കാം. മാത്രമല്ല ലണ്ടനിൽ പോയി മണിയടിച്ച് ഷെയർ മാർക്കറ്റ്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച പാരമ്പര്യം. അങ്ങനെയും വാങ്ങിയിട്ടുണ്ട് കാശ്. മസാല ബോണ്ടായി വാങ്ങിയിട്ടുണ്ട്. മസാല ബോണ്ടിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഈ പഴയ ലാവലിൻ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള കമ്പനിക്ക് ഈ മസാല ബോണ്ടുമായിട്ട് എന്താണ് ബന്ധം? ഇതൊക്കെ നമ്മൾ കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് 26 സീറ്റിൽ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയത് നിയമസഭയിൽ. ഈ പിന്നെ UDF 102 സീറ്റിൻ്റെ ഭൂരിപക്ഷം കൊടുത്തതും BJPക്ക് 3 സീറ്റ് കൊടുത്തതും ജനം വെറുതെ കൊടുത്തതല്ല. ഇതൊക്കെ ജനത്തിന് മനസ്സിലായത് കൊണ്ടാണ്. ഈ മസാല ബോണ്ടിൻ്റെ പുറകിൽ, മസാല ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണ്, അവർക്ക് ലാവലിനുമായിട്ട് എന്താണ് ബന്ധം, ഇതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നോക്കൂ. 98 മുതൽ ഈ ലാവലിൻ ഇങ്ങനെ കേരളത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഈ ലാവലിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കുന്നതിൽ ഇതുപോലെയുള്ള ആൾക്കാർക്ക് പങ്കില്ലെന്നാണോ പറഞ്ഞു? തീർച്ചയായിട്ടും അതൊക്കെ പഴയ വീഞ്ഞായതുകൊണ്ടാണ് പുതിയ കുപ്പിയിലിട്ട്. പക്ഷെ ജനത്തിന് ഇത് മനസ്സിലാവും. ജനം അത്ര മണ്ടന്മാരൊന്നുമല്ല. മനസ്സിലായി എന്നുള്ളതിന്റെ തെളിഞ്ഞ ജനം ഇനി മനസ്സിലാക്കി കിടക്കുന്നേ ഉള്ളൂ. ധവളപത്രം പുറത്തു വരട്ടെ. ഞാൻ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അധികാരം ഏറ്റെടുത്ത സർക്കാർ കിഫ്ബി എന്ന വെള്ളാനയെക്കുറിച്ച്, അതിന്റെ പ്രവർത്തനങ്ങളെ ശരിക്കും ഇതൊരു നമ്മുടെ രാജ്യം വിട്ടുള്ളൊരു അന്വേഷണ പരിധിയിലുള്ളതാണ്. ഏൽപ്പിക്കണം. അല്ല, അത് ഈ ഞാൻ പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യമായിട്ട് ധവളപത്രം ഇറക്കുകയും ഇതിൻ്റെ എന്താ പറയുക, പ്രഥമ ദൃഷ്ടിയ ഉള്ള തട്ടിപ്പ് പുറത്തു കൊണ്ടുവരികയും ചെയ്യാമല്ലോ. അന്വേഷണം പിന്നാലെ വരട്ടെ. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാം. കാരണം ഇതിനൊക്കെ ഈ സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് എന്തിനാണ്? നമ്മളെ ഭരിക്കാനാണ്, അല്ലാതെ നമ്മളെ ദ്രോഹിക്കാനല്ല. നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ സമ്പത്ത്, രാഷ്ട്രമെന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. രായെ ത്രാണനം ചെയ്യുന്നത്. രാ എന്നാൽ ധനമെന്നാണ് സംസ്കൃത നിഘണ്ടുവിൽ അർത്ഥം പറയുന്നത്. ധനത്തെ സംരക്ഷിക്കുന്നതാണ്. നോക്കൂ രാജേഷ് ജി, താങ്കൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ആരെങ്കിലും ഒരാൾ താങ്കളെ ആക്രമിക്കുന്നു, താങ്കൾക്ക് വേണ്ടി കേസ് പറയുന്നത് ആരാ? സ്റ്റേറ്റാണ്, ഗവൺമെൻറ്റാണ്, പോലീസാണ്, പ്രോസിക്യൂഷൻ, ഇതെല്ലാം സർക്കാരിൻ്റെതാണ്. താങ്കൾക്ക് സ്വകാര്യമായിട്ട് കേസ് പറയേണ്ട കാര്യമില്ല. കാരണം പൗരൻ്റെ ജീവൻ, സ്വത്ത്, സ്ഥാവര ജംഗമ വസ്തുക്കൾ, ഇതിനെല്ലാം സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. കാരണം നികുതി കൊടുത്തിട്ടാണ് താങ്കൾ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ആ നികുതിയെയാണ് എടുത്ത് ഈ തോന്നിയവാസം നടത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മളെ കേരളത്തിലെ ഓരോ പൗരനും തല എണ്ണി ഉത്തരം പറയേണ്ടി വരും കിഫ്ബി കടമെടുപ്പിന്. തീർച്ചയായിട്ടും ഈ ഒരു വലിയ നാശം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചേ മതിയാവും. അതിന് കെ എം എബ്രഹാം അല്ല, ഏത് അബ്രഹാമാണെങ്കിലും ശരി, ഈ കാര്യത്തിൽ വളരെ കൃത്യമായ അന്വേഷണം നടക്കുകയും ഇതിനകത്തുണ്ടായിരിക്കുന്ന മുഴുവൻ തട്ടിപ്പുകൾ, ഈ മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ധനവകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ശ്രീ വി.ഡി. സതീശനാണ്. ഇനി അദ്ദേഹം അതിനുവേണ്ടി തൻ്റെ വിലപ്പെട്ട സമയം കളയരുത്. ഏത് ഏജൻസിയോടെ ഏൽപ്പിക്കുക? അതെ, ഏൽപ്പിക്കുക, അന്വേഷിക്കുക, നടപടി, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക. ഇത് ഒരു വലിയ വെള്ളാനയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി രൂപീകരിച്ച. എന്ത് അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ? നമ്മൾ മുൻവിധി ഒന്നുമില്ല. നടത്തിയ അടിസ്ഥാന സൗകര്യ വികസനം ഒന്ന് കാണിച്ചു തരണം. ഈ ഒരു PR നമ്മുടെ ഡോക്ടർ ബി അശോക് IAS പറഞ്ഞതുപോലെ ഒരു കിഫ്ബി മാൻ, ഒരു യന്ത്രമനുഷ്യനെ രൂപം കൊടുത്ത് അതിൻ്റെ പേരിൽ പരസ്യം നടത്തി. എത്ര കോടി രൂപയാണ് ചാനലുകൾ കൊടുത്തെന്നറിയാമോ? കോടികൾ ഓരോ ചാനലും. അതായത് അല്ലെന്നേ, ഏതാണ്ട് 200, ഞാൻ മൊത്തം തുക അങ്ങ് പറയൂ, 200 കോടി രൂപ PRD വഴി ചെയ്യേണ്ട പരസ്യത്തിന് ഒരു PR ഏജൻസിയെ കൊണ്ടുവന്ന് അവർക്ക് അച്ചാരം കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ച് നാട് മുഴുവനും വലിയ ഹോൾഡിങ്സ് ഒക്കെ വെച്ചു. എത്ര ഹോൾഡിങ്സാണ് വെച്ച്? എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ?
ഈ ഹോൾഡിങ്സ് കണ്ടതോടുകൂടി കുറഞ്ഞത് ഒരു തവണ കാണുമ്പോൾ 25 വോട്ട് പോകും. അതായത് വെറും യൂട്യൂബ് ലെവലിലേക്കുള്ള ചാനലുകൾക്ക് പോലും അവർക്ക് പോലും പരിപാടികളാണ്. നിങ്ങൾ പ്രോഗ്രാം ചെയ്തു തരും, ഞങ്ങൾ കാശ് തരാം. മാത്രമല്ല ഇരുവർ പോലെയുള്ള അഭിമുഖങ്ങൾ, ഈ നടൻ മോഹൻലാലിനെ വിളിച്ചിരുത്തി മുഖ്യമന്ത്രി അഭിമുഖം നടത്തുന്നു. ഒരു ഇമേജ് ബിൽഡിംഗ്, അതാണ് വെറും എന്താ പറയുക, തറപരിപാടിയാണ് ഇമേജ് ബിൽഡിംഗ്. അത് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ എന്നിട്ട് എന്തായി? 26 സീറ്റാണ് ആകെ കിട്ടിയത്. ഇപ്പം മനസ്സിലായല്ലോ ഇമേജ് ബിൽഡിംഗ് കൊണ്ട് എന്താണ് ഉണ്ടായ ഗുണമെന്ന്. അതുകൊണ്ടാണ് താഴെത്തട്ടിൽ പാർട്ടി അണികൾ വിളിച്ചു പോകുന്നത് ഇനി പ്രതിപക്ഷ നേതാവായിട്ട് തുടരണ്ട, അങ്ങനെയും വരണ്ട എന്ന് പറയുന്നത്. അത് വെറുതെ അല്ല. പാർട്ടിക്കുള്ളിൽ ഓരോ ജില്ലാ കമ്മിറ്റി നോക്കൂ, 14 ജില്ലാ കമ്മിറ്റിയിലും വളരെ ശക്തമായ എതിർപ്പാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പുറത്താക്കണം എന്ന് പോലും പറയുന്ന സഖാക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് വന്നു? തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി വേണം. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ KM അബ്രഹാമിനെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യ കേസ് അതവിടെ നിൽക്കുന്നു. അതിന്മേൽ നടപടികളൊന്നുമില്ല. എനിക്കൊന്നും അതൊക്കെ സ്ക്വാഷ് ചെയ്ത് ഏതാണ്ട് ഇല്ലാതാക്കി. പക്ഷേ എല്ലാ കേസുകളും പൊടിതട്ടിയെടുക്കണം. ഒരു കാരണവശാലും ഇതൊന്നും വെറുതെ വിടാൻ. അല്ലെങ്കിൽ പിന്നെ വി ഡി സതീശനെ ജനം ജയിപ്പിച്ച് 102 ജയിപ്പിച്ചതിന് പിന്നെ ഒരു ഫലമുണ്ടായി. ഒരു ജനം അറിഞ്ഞു കുത്തി UDFനെ ജയിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ നടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ ഒരു മന്ത്രി വന്ന് പിടിച്ചു നിർത്തി പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊണ്ടുപോയി അവിടെ കെട്ടിടം നിർമ്മിക്കാൻ കൊടുക്കുന്നതിന് തുല്യമാണ് ഈ പിടിച്ചു പറയും. അതെ. അപ്പൊ ജനത്തിന് അറിയണം. ഞാനിങ്ങനെ ആലോചിക്കുന്നു, കാശെടുക്ക്, നിന്റെ കാശ് അവിടെ പണിക്കാരന് സിമെന്റ് ഇറക്കാൻ പൈസ കൊടുക്കാനുണ്ട്, കിഫ്ബിയുടെ ബിൽഡിംഗ് ആണ്. അത്തരം ഒരു വൃത്തികെട്ട പിടിച്ചു പറയുമായിരുന്നു. അത് എന്തായാലും ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നുഴഞ്ഞു കയറാൻ കിങ്കരന്മാര് നടക്കുന്നു. കോട്ടിട്ട ഗുണ്ടകളും ടൈ കെട്ടിയ പക്ഷെ അതൊന്നും എന്താ പറയുക, ഈ സർക്കാർ അനുവദിക്കരുത്. അത് വളരെ വിജിലൻ്റ് ആയിട്ട്, വളരെ ജാഗ്രത വേണം സർക്കാർ, മന്ത്രിമാര് ഒക്കെ ഈ കാര്യത്തിൽ. കാരണം ഇവരെയൊക്കെ അറിയാം ആരൊക്കെയാണ് ഈ കിഫ്ബിയുടെ ഭാഗമായിരുന്നതെന്നും ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവരെ ഒന്നും ഒരു കാരണവശാലും ഈ സെക്രട്ടേറിയറ്റിന്റെ അകത്തളങ്ങളിലേക്ക് അടുപ്പിക്കരുത്, ഏഴയലത്ത് അടുപ്പിക്കരുത്. മാത്രമല്ല ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായേ തീരൂ. അങ്ങനെ ശക്തമായ നടപടി ഉണ്ടായാലുള്ളൊരു ഗുണം ഇനി വരുന്ന കാലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു തീവട്ടിക്കൊള്ളയ്ക്ക് ഒന്ന് അറയ്ക്കും. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ അന്വേഷണം വേണം, നടപടിയും വേണം. അതാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട്, ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട്, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാനുള്ളത്. ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നൽകാനുള്ള മുന്നറിയിപ്പും അതാണ്. ഇവരെ സൂക്ഷിക്കുക, ഇവർക്കെതിരെ അന്വേഷണം നടത്തുക, ഈ കുറ്റക്കാരാരാണോ അവരെ കൃത്യമായിട്ടും നിയമ നടപടിക്ക് വിധേയമാക്കുക, പ്രോസിക്യൂട്ട് ചെയ്യുക.